എമ്പുരാൻ മമ്മൂട്ടിയാണ് ചെയ്തതെന്നുണ്ടെങ്കിൽ മമ്മൂട്ടിക്ക് ഇന്ന് സുഡാപ്പി ലേബലായിരിക്കും. ഫുള്ള് ഇക്ക സുഡാപ്പി എന്നും പറഞ്ഞ് ഇവിടുത്തെ എല്ലാ സംഗീതങ്ങളും നടന്നേനെ. ലാലേട്ടനായതുകൊണ്ട് ഒന്നും പറയാൻ വയ്യ. എന്താ ചെയ്യണേ, നമ്മുടെ കൂട്ടത്തിലുള്ള ആളല്ലേ, കുറ്റം പറയാൻ വയ്യല്ലോ അല്ലേ. രായപ്പൻ അവൻ്റെ എന്താ പറയുക വൃത്തികെട്ട രാഷ്ട്രീയം ഈ പറഞ്ഞ എമ്പുരാനിലെ കയറ്റി എന്നുള്ളത് തന്നെയാണ്. അത് തന്നെയാണ് ആ പടത്തിൻ്റെ ഏറ്റവും വലിയ മോശത്തരം. ഈ ലൂസിഫർ എന്ന് പറയുന്ന അല്ലെങ്കിൽ സ്റ്റീഫൻ നെടുമ്പള്ളി എന്ന് പറയുന്ന വ്യക്തിയെ കൊണ്ടുപോയിട്ട് അല്ലെങ്കിൽ അവരുടെ കഥ പറയുന്ന ഒരു സിനിമയിൽ കൊണ്ടുപോയി ഗുജറാത്ത് കലാപം വരെ കാണിച്ച് ഗർഭം, ശൂലം, ഗർഭിണി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള പരിപാടികളൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം കാണിച്ച് വൃത്തിയായിട്ട് പടത്തെ കൊളാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ എന്നാൽ തന്നെ ഇതിൻ്റെ ഒരു ഇൻഫർമേഷൻ നമുക്ക് കിട്ടിയിരുന്നു, ഇങ്ങനെയാണ് ഈ സംഭവം വരാൻ പോകുന്നത് എന്നുള്ളത്. അപ്പോൾ തന്നെ ഞാൻ നമ്മുടെ ഒരു എന്താ പറയുക ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. ആ പോസ്റ്റ് ഇട്ടപ്പോൾ തന്നെ നമ്മുടെ സംഘികൾ തന്നെ തെറി പറയാൻ വരികയാണ്. പിന്നെ എന്ത് ചെയ്യുക, ഇവർക്ക് ഇപ്പോഴും അറിയില്ല ആരാണ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ശത്രുക്കളെന്ന്. ശരിക്കും ഈ സംഘികളായിട്ടുള്ള ആളുകൾക്ക് അറിയില്ല. കൂട്ടത്തിലുള്ളവർ തന്നെയാണ് ശത്രുക്കൾ, കൂട്ടത്തിലുള്ളവരെ പിന്നൊന്ന് കുത്തുള്ളൂ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ മോഹൻലാൽ എന്ന് പറയുന്ന ഈ വലിയ നടനെ പൃഥ്വിരാജിനെ പോലുള്ള ആളുകളുടെ രാഷ്ട്രീയത്തിൻ്റെ എന്താ പറയുക ഇടയിലോട്ടൊന്നും കൊണ്ട് തല വെച്ച് കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഞാൻ എൻ്റെ പേഴ്സണലായിട്ട് പറഞ്ഞൊരു കാര്യം. എന്താ അപ്പോൾ അതിൽ കാണിച്ചിരിക്കുന്ന സിനിമയിൽ, അതായത് കേരളത്തിൽ ഈ പറയുന്ന കാവി രാഷ്ട്രീയം വരാൻ പാടില്ല, കാവി രാഷ്ട്രീയക്കാർ ഏതൊക്കെ രീതിയിൽ ചിന്തിക്കുമെന്നൊക്കെ വെറുതെ എന്താ പറയുക ആളുകൾക്കിടയിലോട്ട് കുത്തി വെച്ച് കൊടുക്കുക. ഇതിലൂടെ ഈ പറയുന്ന കേരളത്തിൻ്റെ രാഷ്ട്രീയം നിലനിർത്തുക, ഇപ്പോഴത്തെ രാഷ്ട്രീയം നിലനിർത്തുക. ഇതൊക്കെയാണ് എൻ്റെ ബേക്കിൽ ഇരുന്നിട്ടൊരു ചേച്ചിയൊക്കെ പറയുന്നുണ്ടാവും, എന്താല്ലേ അവർ ചെയ്തത്, അപ്പോൾ അവന് ഇത്രയൊന്നും കിട്ടിയാൽ പോരാന്നൊക്കെ ഒരു ചേച്ചി ബേക്കിൽ നിന്നും പറയുന്നുണ്ടായത്. അപ്പോൾ ഒരു സിനിമ മനുഷ്യൻ്റെ ജീവിതത്തിലോട്ട് എങ്ങനെയാണ് ഇടിച്ചു കയറുന്നത് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാലം സഖാക്കന്മാരുടെ സിനിമകളൊക്കെ ഒരുപാട് ഓടി, സഖാക്കന്മാർ ഇവിടെ ഭരണം കാര്യങ്ങളൊക്കെ നടത്തി, കോൺഗ്രസിൻ്റെതായിട്ടുള്ള സിനിമകളൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതൊക്കെ ഇവിടുത്തെ ആളുകൾക്കിടയിലോട്ട് കയറി. ഇപ്പോൾ ഇവർ രണ്ടുപേരും കൂടി നല്ല കുട്ടികളായിട്ട് അതിൻ്റെ ഇടയിലോട്ട് കാവ്യരാഷ്ട്രീയം വരുന്നതാണ് പ്രശ്നം. അതാണ് ശരിക്കും പറഞ്ഞാൽ എമ്പുരാൻ. അതിൻ്റെ അപ്പുറത്തോട്ട് ഒരു ഉണ്ടയില്ല എമ്പുരാൻ, ഉള്ള കാര്യം പറയാമല്ലോ. മോഹൻലാലിൻ്റെ ആ ഒരു എന്താ പറയുക ലൂസിഫർ കണ്ടിട്ട് അതിലും വലിയതെന്തോ പ്രതീക്ഷിച്ചു കൊണ്ട് ചെന്നതായിരുന്നു. സത്യം പറഞ്ഞാൽ ഫുൾ നിരാശ തന്നെ, വേറെ ഒന്നും പറയാനില്ല. ഇനി ആരും സിനിമ കാണണ്ടെന്ന് ഞാൻ പറഞ്ഞില്ല, ഞാൻ പറയേണ്ട കാര്യം ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അവന് രാഷ്ട്രീയം പറയാമെങ്കിൽ, അവൻ്റെ ചീഞ്ഞ രാഷ്ട്രീയം സിനിമയിലൂടെ കാണിക്കാമെങ്കിൽ, ആ രാഷ്ട്രീയത്തെ അവൻ കുറ്റം പറയുന്ന രാഷ്ട്രീയത്തെ എന്താ പറയുക മുന്നോട്ട് നയിക്കുന്ന ആളുകളുണ്ടല്ലോ ഇവിടെ, അപ്പോൾ അവർക്ക് തീർച്ചയായിട്ടും ഇതിനെതിരെയും പറയാം. ലൂസിഫറിൽ ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഈ ഗുജറാത്ത് കലാപം പോലുള്ളൊരു സീൻ സെറ്റപ്പ് ആക്കി എടുക്കലും, അത് രാഷ്ട്രീയത്തിന് വേണ്ടി ഉണ്ടാക്കിയതാണെന്ന് പറയലും, അതിന് പ്രതികാരം ചെയ്യാൻ വേണ്ടി വരലും, ഇതൊന്നും ഈ പറയുന്ന സിനിമയിൽ ചെയ്യേണ്ട ഒരു കാര്യമേ അല്ല. ഉള്ള കാര്യം പറയാലോ, അത് ശരിക്കും പറഞ്ഞാൽ ചെറ്റത്തരമാണ്. കാരണം ലൂസിഫർ പോലുള്ളൊരു സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നമുക്ക് ഒരിക്കലും പ്രതീക്ഷിക്കാത്തൊരു സാധനം. ഒരു കാര്യമില്ലാന്നേ, ഈ സിനിമയിൽ വേറെ ഏതൊരു സീനിട്ട് കൊടുത്താലും അത് ഓക്കെ ആയിരുന്നു. ബട്ട് അവിടെ കൊണ്ടുപോയിട്ട് ഈ ഒരു അരമണിക്കൂർ, ഫസ്റ്റിൽ അരമണിക്കൂർ കാണിക്കുന്ന ഈ കലാപവും കാര്യങ്ങളും, അതിലുണ്ടാകുന്ന എന്താ പറയുക പണ്ട് നമ്മൾ വായിച്ചിട്ടുണ്ടല്ലോ ഗുജറാത്ത് കലാപത്തിൽ ഗർഭിണി വയറ്റിൽ ശൂലം കുത്തി, ഇവിടെ ശൂലത്തിന് വരെ വേറെന്തോ കുത്തുന്നു, അത്രേ ഉള്ളൂ. സംഗതി വളരെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും സംഖ്യകൾ ഓടിക്കേറി സിനിമ കാണുക, എന്നിട്ട് കൈയടിച്ച് കൊടുക്കുക. ലാലേട്ടന് ഭയങ്കരമായിട്ടുള്ള പ്രോത്സാഹനം കൊടുക്കും. കൂട്ടത്തിൽ ആ പൃഥ്വിരാജിനും കൂടി കുറച്ച് പ്രോത്സാഹനം കൊടുത്തേക്ക്. എനിക്കത്ര പറയാം. ഞാനിത് പോസ്റ്റ് ഇട്ടതാ, അപ്പോൾ ഇന്നലെ നമ്മളെ കൂട്ടത്തിൽ തന്നെ തെറി വിളിക്കാൻ വരികയാണ്. ബോധം വേണ്ടവർക്കൊക്കെ, ഇവർക്ക് ആരാണ് വിശ്വസിക്കേണ്ടതെന്ന് അറിയില്ല. യഥാർത്ഥ ഹിന്ദുക്കളെ, യഥാർത്ഥ ഹിന്ദുത്വം കൊണ്ടു നടക്കുന്ന ആൾക്കാർ ഇവർ ഇപ്പോഴും ഫോളോ ചെയ്യുന്നില്ല. ഇവരൊക്കെ വേറെ ഏതോ സ്വപ്ന ലോകത്താണ്. അപ്പോൾ നമ്മളെന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ വരും. നീ ഡീഗ്രേഡ് ചെയ്യുന്നോടാ, ലാലേട്ടന് ഡീഗ്രേഡ്. ലാലേട്ടൻ എന്ത് ഡീഗ്രേഡ് ചെയ്യാനാണ്? അയാൾ തന്നെ അയാൾക്ക് വേണ്ടതൊക്കെ ഡീഗ്രേഡ് ചെയ്ത് വെച്ചിരിക്കണം. ലാലേട്ടൻ എന്താ നിങ്ങൾ പഴയ ലാലേട്ടനാന്ന് വിചാരിച്ചിരിക്കുക? അല്ലെങ്കിൽ ലാലേട്ടന് സ്ക്രിപ്റ്റ് കേൾക്കാത്ത ആളാണോ? ഒരു വാക്ക് പറഞ്ഞാൽ പോരെ, പൃഥ്വിരാജ് ആ ഗുജറാത്ത് കലാപം അത് വേണ്ട, അത് നമുക്കിടയിൽ തന്നെ വെറുതെ ഒരു ആളുകൾക്കിടയിലൂടെ ഒരു തമ്മിത്തല്ലുണ്ടാക്കുന്ന ഒരു സാധനമല്ലേ, അത് വേണ്ട, അത് കഴിഞ്ഞു പോയൊരു സാധനമല്ലേ, അത് വേറെ എന്തെങ്കിലുമൊക്കെ എടുക്കണമെന്ന് ലാലേട്ടന് പറയാം. എന്തുകൊണ്ട് പറഞ്ഞില്ല? അദ്ദേഹത്തിന് താല്പര്യമില്ല. അപ്പോൾ നിങ്ങളിങ്ങനെ കുറേ ആൾക്കാർ ഇപ്പോഴും മോഹൻലാലിൻ്റെ ഫാനാന്നും പറഞ്ഞിട്ട് മൂപ്പര് നമ്മളാളാന്നും പറഞ്ഞിരിക്കുന്നത്. ഞാൻ പറയാമല്ലോ, ഇതിലും നല്ല മമ്മൂട്ടിയാണ്. മമ്മൂട്ടി എത്രത്തോളം ചെയ്തിട്ടില്ല. മമ്മൂട്ടിയാണ് ഈ ലൂസിഫർ എന്ന സിനിമ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇന്ന് കേരളം മൊത്തം BJP-കാരും സംഘികളും ആ മനുഷ്യനെ പിടിച്ചിട്ട് എന്താ പറയുക സുഡാപ്പിയാക്കിയാണ്. സത്യം, ആ മനുഷ്യനെ പിടിച്ച് സുഡാപ്പിയാക്കിയാണ് നിങ്ങളെല്ലാവരും കൂടിയിട്ട്. ലാലേട്ടൻ ചെയ്തുകൊണ്ട് ഒന്നും മിണ്ടണ്ട. അത് ലാലേട്ടനല്ലേ, നമ്മുടെ ലാലേട്ടനല്ലേ, അയാൾക്ക് ചെറിയൊരു തെറ്റൊക്കെ പറ്റാം. എന്ത് തെറ്റ് പറ്റാം? എനിക്കറിയില്ല നിങ്ങൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഞാൻ ഒരു കാര്യം പറയാം, നിങ്ങൾ ആരും വിശ്വസിക്കണ്ട.
യഥാർത്ഥ ഹിന്ദുത്വം പറയുന്നവരെ നിങ്ങൾ വിശ്വസിച്ചോ? അവർ നിങ്ങളെ ചതിക്കില്ല. അല്ലാത്തവർ ഏവനും ചതിക്കും. ഞാൻ പറയാം, ഒരു കാരണവശാലും ചെയ്യേണ്ടാത്തൊരു കാര്യമാണ് ആ സിനിമയെ കൊണ്ടുവന്നിട്ട്. അതുകൊണ്ട് തന്നെ ആ സിനിമയുടെ ഭംഗി പോയി എന്നുള്ളതാണ്. ആ എൻജോയ് ചെയ്യാതിരിക്കുന്ന ആൾക്കാർക്കിടയിലൂടെ ഫസ്റ്റ് തന്നെ ഈ ഒരു സാധനം കൊണ്ടേക്ക് കയറ്റുമ്പോൾ ഏതൊരു മനുഷ്യനും ഉണ്ടാകുന്ന ഒരു ഫീലേ, ഇത് എന്തെന്നാ അവർ കാണിക്കണേ, നമ്മളെന്താ കാണാൻ വന്നത്, നമ്മളെന്താ ഇപ്പം കണ്ടുകൊണ്ടിരിക്കണേ എന്നുള്ള ചിന്തയല്ലേ. അപ്പോൾ പൃഥ്വിരാജിന് അവൻ്റെ രാഷ്ട്രീയം കാണിക്കാമെങ്കിൽ, ആ സിനിമയിലൂടെ കാണിക്കാമെങ്കിൽ, ആ സിനിമ കണ്ട് ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ആ രാഷ്ട്രീയത്തെ, അതായത് അവൻ്റെ ആ രാഷ്ട്രീയത്തെ നമ്മൾ എതിർക്കുന്നു. ഇതാണിപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി സിനിമ കാണണ്ടെന്ന് ഞാൻ പറയുന്നില്ല, ഇതാണ് ഞാൻ പറയുന്നത്. എൻ്റെ രാഷ്ട്രീയത്തെ അല്ലെങ്കിൽ എൻ്റെ ഒരു കാവ്യ രാഷ്ട്രീയത്തെ വളരെ മോശമാക്കിക്കൊണ്ട് കാണിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ നേതാക്കന്മാരൊക്കെ വളരെ മോശമായ രീതിയിലൊക്കെയാണ് അതിൽ പ്രസൻറ്റ് ചെയ്യുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ ആ പൃഥ്വിരാജിൻ്റെ ആ വൈരാഗ്യം, പൃഥ്വിരാജിൻ്റെ ഉള്ളിൽ കിടക്കുന്ന ആ വൈരാഗ്യം അങ്ങോട്ട് തീർത്തതാണ്. അതിൽ ശരിക്കും പറഞ്ഞാൽ മോഹൻലാൽ കയറി നിന്ന് കൊടുത്തു എന്ന് മാത്രം. അയാൾ പൊട്ടനാണ്. അയാൾ പൊട്ടനായതുകൊണ്ടാണ് നിന്ന് കൊടുത്തത് ഉള്ള കാര്യം പറയാം. അയാളെ മറ്റുള്ളവർ മുമ്പിൽ ഒന്നും അല്ലാണ്ടാക്കണം. ഈ സിനിമയിൽ തന്നെ നോക്കി, ഇവർ രണ്ടുപേരും വരുന്ന സീനുണ്ട്. ആ സീന് നിങ്ങൾ കാണുമ്പോൾ അറിയാം എങ്ങനെയാണ് മോഹൻലാലിന് മുമ്പ് ഓനെയും കൂടി വെച്ചിരിക്കുന്നത് എന്നുള്ളത്. അതായത് മോഹൻലാലല്ല, ഞാനാണ് ഇവിടുത്തെ സ്റ്റാർ എന്നുള്ള ലെവലിൽ തന്നെയാണ് പൃഥ്വിരാജ് കൊണ്ടുവച്ചിട്ടുള്ള ആ സിനിമ. അത് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവും. ഇനി കൂടുതലൊന്നും പറയാനില്ല. ഞാൻ ഡീഗ്രേഡ് ചെയ്യാനുമില്ല, നല്ലത് പറയാനുമില്ല. വേണമെന്നുള്ളവർ പോയി കാണുക, വേണ്ടാന്നുള്ള എൻ്റെ വാക്ക് കേട്ടിട്ട് പറയണേ ഹിന്ദുത്വത്തെ കുറ്റം പറയുന്നുണ്ട്, എന്നാൽ പോകണ്ടെന്ന് വിചാരിക്കുന്നു, പോകണ്ട. താറ്റ്സോ, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഇനി പോകണം നേരത്തോടെ ഞാൻ തടുക്കുന്നുമില്ല. നിങ്ങൾ പോയി കാണുക, അനുഭവിക്കുക, പോരുക. സിനിമയല്ലേ, 3 മണിക്കൂർ നല്ല സൂപ്പർ സിനിമ, 176 മിനിറ്റ് ഉണ്ട് സിനിമ. സുഖസുന്ദരമായിട്ട് കാണാം. അവസാനം ആ പ്രണവ് മോഹൻലാൽ വന്ന സീനൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ടോട്ടലി ശരി എന്നാ.